സ്വർണ്ണ വ്യാപാരിയായ അരുൺ മാർക്കോസ് ചേരുന്നുണ്ട്. ശ്രീ അരുൺ മാർക്കോസ്, ഈ സ്വർണത്തിന്റെ വില ഒറ്റയടിക്കാണ് ഇന്ന് 4000 രൂപയോളം കുറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഈ മാർച്ചിൽ ഒരു ആദ്യം തുടക്കത്തിലൊക്കെ ചെറിയൊരു കുതിപ്പുണ്ടായിരുന്നു എങ്കിൽ പോലും പിന്നീട് ക്രമേണ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ഈ സ്വർണത്തിന്റെ. ഇനിയിപ്പോൾ 1 ലക്ഷമൊക്കെ 1 ലക്ഷത്തിന് താഴേക്ക് സ്വർണ്ണവില എത്തിയേക്കാം അല്ലേ? അതായത് ഇപ്പോ എണ്ണവില കുതിച്ചു വരുന്നുണ്ട്. പണപ്പെരുപ്പ നിരക്കിലെ ആശങ്കയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോ സ്വർണ്ണവില വലിയ തോതിൽ കുറയുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഔൺസിന് വെള്ളി വില $65 കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് വെള്ളിയുടെ വിലയിലും വലിയ ഒരു കുറവ് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിപണിയിലെ ഒരു കാര്യമെന്ന് വെച്ചാൽ വലിയ തോതിലുള്ള സപ്ലൈ വിപണിയിലേക്ക് എത്തുകയാണ്. സ്വർണവും വെള്ളിയും വലിയ തോതിൽ വിപണിയിലേക്ക് വിൽപ്പനയ്ക്കായി എത്തുന്നുണ്ടെങ്കിലും ആവശ്യക്കാര് വളരെ കുറവ്, സപ്ലൈ വളരെ കുറവാണ്. ഈ രണ്ട് കാരണങ്ങളാൽ തന്നെ സ്വർണ്ണവില കുത്തനെ ഇടിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് പോകുന്നത്. ഇത് എത്ര ദിവസം, ഈ യുദ്ധം എത്ര ദിവസം നീണ്ടു നിൽക്കുമോ അത്രയും നാൾ ഈ സ്വർണത്തിലെ വിലയും താഴേക്ക് കൂപ്പുകുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഈ ഒരു പോക്ക് വളരെ വലിയ ഒരു പ്രശ്നം വ്യാപാരികളിലും സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു സന്തോഷ വാർത്തയാണ്. കാരണം ഇത് വലിയ രീതിയിൽ കുറയുന്നു, ഇത്രയും വലിയ ഒരു കുറവ് രേഖപ്പെടുത്തുന്നു. ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് സ്വർണ്ണവില എത്തി നിൽക്കുന്ന ഇത് ആളുകളെ സംബന്ധിച്ച് 1 ലക്ഷം എന്നത് ഒരു പ്രശ്നമല്ലാതെ, സ്വർണ്ണവിലയെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ലാതായിരിക്കുന്ന ഈ സമയത്ത് വീണ്ടും കുറയും എന്നുള്ള ചിന്തയോടുകൂടി ആളുകൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ വ്യാപാരികൾ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു എത്തും പിടിയുമില്ലാതെ ആണ് ആളുകൾ നിൽക്കുന്നത്. വ്യാപാരികൾ വലിയ ദുരിതത്തിലേക്കാണ് എത്തുന്നത്. ഇപ്പോൾ നിലവിലെ സ്വർണ്ണവില കുറയുന്ന ഒരു സാഹചര്യം കൂടെയാണല്ലോ. ഈ നേരത്തെ സ്വർണ്ണവില ഉയർന്നിരുന്ന സാഹചര്യത്തിലും ആളുകൾ ജ്വല്ലറികളിലേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതിന്റെ പിന്നാലെ സ്വർണ്ണവില ഇടിയുകയും കൂടെ ചെയ്യുകയാണ്. ഇതിപ്പോൾ ഈ വ്യാപാരികളെ എങ്ങനെയാകും ബാധിക്കുക? വ്യാപാരികളെ ബാധിക്കുന്നത് വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലൂടെയാണ് രാജ്യങ്ങൾ കടന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ അത് സാമ്പത്തിക മാന്ദ്യം വലിയ തോതിൽ അലയടിക്കുകയാണ്. ഈ അലയടിക്കുന്ന സാമ്പത്തിക മാന്ദ്യത്തെ സംബന്ധിച്ച് ഒരു സർക്കാരുകളും കൃത്യമായ ഒരു പഠനം പോലും നടത്തുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. കാരണം വ്യാപാര മേഖലകളിൽ പെട്ടെന്ന് ഈ സാമ്പത്തിക മാന്ദ്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എടുത്തറിയാൻ പറ്റുന്ന അത് വ്യാപാര മേഖല. ആളുകൾ സാധനം വാങ്ങാനായിട്ട് എത്തുന്നതിന് ഉള്ള കുറവുകൾ വരുമ്പോൾ തന്നെ വ്യാപാരികൾക്ക് മനസ്സിലാക്കും സാമ്പത്തിക മാന്ദ്യം ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ. പക്ഷേ വിപണിയിൽ നടക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, നമ്മുടെ സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ, ഒരു തരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നത്തിൽ അങ്ങനെ ആ തരത്തിലേക്ക് വരുമ്പോൾ ഈ വലിയൊരു മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ സർക്കാരുകൾ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധിയെ പറ്റി പോലും ആലോചിക്കുകയുള്ളൂ. പക്ഷേ ആദ്യം തന്നെ ഇങ്ങനൊരു സാധ്യത മുന്നിൽ കാണുമ്പോൾ തന്നെ അതിനെന്ത് പ്രതിവിധി ചെയ്യാം എന്നതിനെ പറ്റി ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് വേണ്ട ആവശ്യമായ പ്രിക്കോഷൻസ് എടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇതിനെ ഒരു തടയിടാനായിട്ട് സാധിക്കും. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയ പ്രതിസന്ധി ആളുകളുടെ കയ്യിൽ സാമ്പത്തികമായി വീണ്ടും സാമ്പത്തികം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ അവരുടെ അവശ്യ സാധനങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതിന് പകരം അവർ സ്വർണം വാങ്ങാനായിട്ട് മുതിരില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. പിന്നെ അടിക്കടി ഇങ്ങനെ വില കുറയുമ്പോൾ വീണ്ടും കൂടുതലായി വില താഴേക്ക് എത്തും എന്നുള്ളത് അവർക്ക് അവരുടെ അസംഷൻ കാരണം അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് പോവുകയാണ്. ഇപ്പോ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടുകൂടിയൊക്കെ കല്യാണ സീസണുകളാണ്. പക്ഷെ ആളുകൾ ഇപ്പോഴും സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പ്രോപ്പറായിട്ട് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സാധാരണ ഈ സമയത്തുള്ളതിന്റെ 4/1 പോലും വ്യാപാരം ഒരു സ്വർണ്ണക്കടകളും നടക്കുന്നില്ല എന്നുള്ളതാണ്. അഡ്വാൻസ് ബുക്കിംഗ് പോലും പ്രോപ്പറായിട്ട് നടക്കുന്നില്ലാത്തൊരവസ്ഥയാണ്. ഇത് വ്യാപാരികളെ വലിയ രീതിയിലാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. ഇതിനെ എങ്ങനെ തരണം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു വ്യാപാര സംഘടനയ്ക്ക് പോലും ഇതിന് ഒരു തീരുമാനമോ തീർച്ചയായും ഒരു ഏകാഭിപ്രായമോ അല്ല ഇതിനെ സംബന്ധിച്ച് ഒരു ചർച്ചകൾ പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ വസ്തുത.
അതായത് ഈ സ്വർണ്ണവില വരും ഒരുപക്ഷെ ഇപ്പോഴുള്ള ഈ ഒരു വിലയിടുന്നത് താൽക്കാലികമായിരിക്കാം. സ്വർണത്തിന്റെ വില വീണ്ടും കൂടാനുള്ളൊരു സാധ്യത മുന്നിലുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ പലരും പറയുന്നുണ്ട്. ഈ രീതിയിലാണെങ്കിൽ നിലവിൽ ഈ സ്വർണ്ണവില കുറഞ്ഞു നിൽക്കുമ്പോൾ ജ്വല്ലറികളിലേക്ക് എത്തി ഈ സ്വർണം വാങ്ങി വെക്കാൻ ആളുകൾ തയ്യാറാകുമെന്നുള്ളൊരു നിഗമനം ജ്വല്ലറി വ്യാപാരികൾക്കുണ്ടോ? അങ്ങനെയുള്ള നിഗമനത്തിലാണ് സ്വർണ്ണ വ്യാപാരികൾ ഇരിക്കുന്നത്. പക്ഷേ ആ നമ്മളൊരു ഒരു വിലയിൽ പോയത് സ്വർണ്ണവില നിൽക്കും, അവിടുന്ന് വീണ്ടും കൂടി മുകളിലേക്ക് പോകുമെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ആ ഒരു തരത്തിലേക്ക് നമ്മളുടെ ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറമാണ് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടായി യുദ്ധം ബാധിച്ചിരിക്കുന്നത്. യുദ്ധം യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രയേലും കൂടി ഇറാനുമായിട്ടുള്ള ആക്രമണമാണെങ്കിൽ തന്നെ ഇറാന്റെ പ്രത്യാക്രമണം നടക്കുന്നത് ഗൾഫ് മേഖലയിൽ ആകമാനമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ അവിടെയുള്ള വാതക കമ്പനികളുണ്ട്, അവിടുത്തെ സ്ഥാപനങ്ങളുണ്ട്, ഇതിനൊക്കെ അതിനെയൊക്കെ ഇവർ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ, അതുപോലെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ വലിയ തോതിലാണ് ഇന്ധനക്ഷാമവും മറ്റും നമ്മുടെ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആണ് ഇപ്പൊ ഈ സ്വർണ്ണവില വലിയ കുത്തനെ കുറയുന്ന ഒരു സ്ഥിതിവിശേഷം എത്തിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ യുദ്ധം പോലെയുള്ള പ്രശ്നങ്ങൾ, ടെൻഷനുകൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉണ്ടാകുമ്പോൾ സ്വർണത്തിന് വില ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇത് നേരെ വിപരീതമായ ഒരു പ്രതിഭാസമാണ് കാണുന്നത്. ഈ റിവേഴ്സ് ഇമ്പാക്ട് ഇതിനെ തടയിടണമെങ്കിൽ യുദ്ധത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണം. യുദ്ധം അവസാനിക്കാത്തിടത്തോളം കാലം സ്വർണ്ണവില ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഈ തരത്തിലാണ് ഇത് രൂക്ഷമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വർണ്ണവില വലിയ തോതിൽ കുറയും. 1 ലക്ഷത്തിനും താഴേക്ക് സ്വർണ്ണവില എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ അരുൺ മാർക്കോസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.